ആൽമീസെ ഒന്ന് നിൽക്കണേ. വേറെ ഒന്നുമല്ല, ഈ സ്റ്റോറിയുടെ ത്രെഡ് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നൊരു സ്റ്റോറി ലൈനാണിത്. അപ്പോൾ അതിൽ നിന്നും എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ സ്റ്റോറി മാറ്റി എഴുതി എടുത്തതാണ്. ഇത് കമ്മ്യൂണിറ്റിയിൽ പറഞ്ഞാൽ മതിയായിരുന്നു, പക്ഷേ എത്ര പേര് കമ്മ്യൂണിറ്റി വായിക്കും എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല. അതുകൊണ്ടാണ് ഈ സ്റ്റോറിയുടെ ഫസ്റ്റ് തന്നെ ഇങ്ങനൊരു ഇൻട്രോ ആയിട്ട് ഞാനിത് പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ. പിന്നെ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതലൊന്നും പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. സോ സ്റ്റോറിയിലേക്ക് പോകാം. Love is just a history that they may prove, and when you're gone, I'll tell them my religion's you. When punctures come to kill the king upon his throne, I'm ready for their stones. I'll dance, dance, dance with my hands, hands, hands above my head, head, head. Like Jesus said, I'm gonna dance, dance, dance with my hands, hands, hands above my head. Dance together, forgive them before you. Sir, ടൈമായി. I'm rare, like these diamonds that I wear. Gold lace, please you like no other. Heartbeat racing, I'ma put you through these paces. Be the best you ever tasted. Gonna stay on your mind, come back every time, baby. I'ma keep you craving. Baby, I'ma keep you craving. ഓക്കെ റോഹൻ, ഇന്നത്തെ ഷെഡ്യൂൾസ് എന്തൊക്കെയാണ്? ഇമ്പോർട്ടൻ്റ് ആയി എന്തെങ്കിലും ഉണ്ടോ? ആസ് യൂഷ്വൽ സാർ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയി ഉച്ചയ്ക്ക് 1:30 വിൻസെൻ്റ് ഗ്രൂപ്പായി ഒരു മീറ്റിംഗ് ഉണ്ട്. അത്രയേ ഉള്ളൂ. ഓക്കെ, ഞാനെന്നാ റെഡി ആകട്ടെ. ഓക്കെ സാർ, ഞാൻ താഴെ വെയിറ്റ് ചെയ്യാം. Taste is bitter, lonely in my bed, keep thinking about what we once had. It's true, but it's hard to get over such a beautiful lie. When I still want you closer, I am longing for closure.
ഐഷ്, വാട്ട് ഹാപ്പൻ ടു മീ? ഞാൻ എന്തിനാ നിന്നെ പറ്റി ഇങ്ങനെ ആലോചിക്കുന്നത്? ഹു ആർ യു? ഇത്രയും നാൾ അതേ റൂട്ടിൽ തന്നെയല്ല ഞാൻ ഓഫീസിൽ പോകുന്നതും വരുന്നതും. ബട്ട് ഒരു പ്രാവശ്യം പോലും നിന്നെ ഞാൻ കണ്ടിട്ടില്ല. നീ എവിടെ പോയി വിളിച്ചിരുന്നിയാ ഇത്രയും നാൾ? എനിവേ, യു ആർ സോ പ്രിറ്റി ബേബി. Now I understand that what was the real feeling of love at first sight. To be frank, I am falling in love with you, babe. Oh God, why am I so cringe? ഞാൻ ഇങ്ങനെ ഒരു ഇമോഷൻസ് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. സോ ഇതായിരിക്കും അല്ലേ റിയൽ ഫീലിംഗ് ഓഫ് ലവ്? മേ ബി. എനിവേ, ഐ റിയലി ലൈക്ക് ഇറ്റ്. ഞാൻ എന്തേ ഇത്രയും നാള് നിന്നെ കാണാതിരുന്നേ? ദാറ്റ്സ് ഓക്കെ. ഇപ്പൊ കണ്ടില്ലേ? ഫ്രം നൗ ഓൺ ഐ വിൽ നെവർ മിസ് യു. എനിക്ക് നിന്നെ പറ്റി അറിയണം. ബട്ട് ഹൗ? ആയിഷ്, ഗൗതം, വൈ ആർ യു ഫൈറ്റിംഗ് വിത്ത് യുവർ സെൽഫ്? ബി കൂൾ യാർ. റോഹനോട് പറഞ്ഞാൽ പോരെ? അധികം താമസമില്ലാതെ തന്നെ നിന്റെ ഡീറ്റെയിൽസ് കിട്ടും. ഞാൻ വരുക നിന്റെ അടുത്തേക്ക്. ടു മേക്ക് യുവർ മൈ. സാർ, യെസ്. മീറ്റിങ്ങിന് ടൈമായി. ഓക്കെ. Love ഓ ഗോഡ്, ഇതെന്റെ ബേബി അല്ലേ? ഇത്ര പെട്ടെന്ന് കാണാൻ കഴിയുമെന്ന് വിചാരിച്ചില്ല. വാട്ട് എ കോയിൻസിഡൻസ്. when punctures come to kill the king upon his throne, I'm ready for their stones. I'll dance, dance, dance with my hands, hands, hands above my head, 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 like Jesus said. Who is that bitch with her? Dance, dance with my hands, hands, hands above my head, dance together, forgive him before he's dead, because I won't cry for you, I won't crucify the things you do, I won't cry for you, see, when you're gone I'll still be bloody Mary. എക്സ്ക്യൂസ് മീ, ഈ ടേബിൾ ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്നേ. സാറെന്താ ഇവിടെ? ഏയ്, താരെന്തിനാടോ ഇത്ര ടെൻഷനാവുന്നേ? ഇരിക്കും. സാർ ഇരിക്കടോ. എന്താ മഹി, ഡിന്നറാണോ? അതെ സാർ. മഹി, ഇത് ആ, അത് ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ ബോസിനെ പറ്റി? അത് ഇദ്ദേഹമാണ്, ഗൗതം വാസുദേവ്. ഓ, അല്ല മഹി, ഇതാരാ? തൻ്റെ സിസ്റ്ററാണോ? അല്ല സാർ. പിന്നെ ആരാ? ഫ്രണ്ടാണോ? അല്ല സാർ, ഗേൾ ഫ്രണ്ട്. ഓ, ഗേൾ ഫ്രണ്ട്. എത്ര നാളായി ഈ റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട്? അതൊരു 6 months. ഓ, അപ്പോൾ ഡേറ്റിംഗ് ആണല്ലേ? അങ്ങനെയൊന്നുമല്ല സാർ, ഞങ്ങൾ വെറുതെ. ഹേയ്, ബി കൂൾ യാർ. അപ്പോൾ ഇതുവരെ എത്ര ഡേറ്റിംഗ് പോയിട്ടുണ്ട്? അതൊരു 4 times. ഓ, എവിടൊക്കെ? അത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യം. അതിൽ സാറെതിരാ തലയിടുന്നേ? ഏയ്, നോ. എന്താ മഹി, തൻ്റെ ഗേൾ ഫ്രണ്ടിന് ഞാൻ ചോദിച്ചത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. സോറി സാർ, അവൾ അറിയാതെ. അതെന്താ, താൻ എന്നെ കുറിച്ചൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലേ? ഉണ്ട് സാർ. എന്നിട്ടാണോ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? സോറി സാർ, ദാറ്റ്സ് ഓക്കെ മഹി. എനിവേ, തൻ്റെ പേരെന്താ? സാർ, ഐശ്വര്യ.
അതെന്താ മഹി, തൻ്റെ ഗേൾ ഫ്രണ്ടിന് നാവില്ലേ? ഐശ്വര്യ. ഐശ്വര്യ. ഐശ്വര്യ, നൈസ് നെയിം. എന്ത് ചെയ്യുന്നു? PG ഫൈനൽ ഇയറിന് പഠിക്കുന്നു. ഓ, തനിക്ക് മഹിയെ ഇഷ്ടമാണോ? അതല്ല കുറച്ചു മുന്നേ പറഞ്ഞു ഞങ്ങൾ റിലേഷൻഷിപ്പിലാണെന്ന്. അതെന്താ ഒരു പ്രാവശ്യം കൂടി ചോദിച്ചാൽ താൻ പറയില്ല എന്നുണ്ടോ? ഹേ ഐശ്വര്യ, പറ. എന്താ മഹി ഇതൊക്കെ? പ്ലീസ് പറ. വി ആർ ഇൻ എ റിലേഷൻഷിപ്പ്. റിലേഷൻഷിപ്പ് നടക്കട്ടെ നടക്കട്ടെ. ബട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരുപാട് മുന്നോട്ട് പോവില്ല. കാരണം നീ വളരെ പെട്ടെന്ന് തന്നെ എന്നെ ഇഷ്ടപ്പെടേണ്ടി വരും. ഓക്കെ, എന്താ മഹി, ഡിന്നറിന് നമ്മളെ ഒന്നും ക്ഷണിക്കില്ലേ? ഏയ് അങ്ങനെയൊന്നുമില്ല സാർ. സാർ ഈ ചെറിയ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുമോ എന്നാ ഞാൻ. അങ്ങനെയൊന്നും വിചാരിക്കണ്ട, താൻ ഓർഡർ ചെയ്തോ, ഐ ആം റെഡി. ഓക്കെ സാർ. അല്ല മഹി, ഞാൻ നിങ്ങളുടെ കൂടെ ഡിന്നറിന് ഇരിക്കുന്നത് നിങ്ങൾക്ക് പ്രോബ്ലം ഒന്നുമില്ലല്ലോ അല്ലേ? അങ്ങനെയൊന്നുമില്ല സാർ. പ്രോബ്ലം എന്തായാലും ഉണ്ടെന്ന് പറഞ്ഞാൽ ഇയാളിപ്പോൾ എണീറ്റ് പോകുമായിരിക്കും. പക്ഷേ തൻ്റെ ഗേൾ ഫ്രണ്ടിന് അതത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ഏയ് ഐശ്വര്യ, എന്തേലും ഒന്ന് പറ പ്ലീസ്, എനിക്ക് വേണ്ടിയിട്ടെങ്കിലും. അങ്ങനെയൊന്നുമില്ല സാർ, ഇഷ്ടമായി. എങ്കിൽ പിന്നെ ഞാൻ പോകുമോ മഹി? പിന്നെ നല്ല ഫുഡായിരുന്നു കേട്ടോ. ആ ഓക്കെ സാർ. സോറി ഐശ്വര്യ. എന്തിന്? നിന്റെ ബോസിന് ബോധമില്ലേ? എന്തൊരു മനുഷ്യനാ അങ്ങാര്. അങ്ങാരുടെ ഒരു ഓവർ ഷോയും പിന്നെ ഒരു ബോസി ആറ്റിറ്റ്യൂഡും കാണുമ്പോൾ തന്നെ ഇറിറ്റേറ്റിംഗ് ആണ്. അയാൾ ആരാ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാൻ? അങ്ങാരുടെ താളത്തിനൊത്ത് തുള്ളാൻ നീയും. ഐശ്വര്യ, നിനക്ക് അങ്ങാരെ പറ്റി ശരിക്കും അറിയാത്തതുകൊണ്ടാ. എന്തേലും എതിർത്ത് പറഞ്ഞാൽ എന്റെ ജോലി പോകുന്ന കേസാ. അതാ ഞാൻ. എന്തേലും കാണിക്കും. അങ്ങനെ മോന്ത കാണുമ്പോൾ തന്നെ ദേഷ്യം വരും. ഇങ്ങനെ ഉണ്ടോ മനുഷ്യന്മാർ? കാശിന്റെ അഹങ്കാരം ഇവറ്റകൾക്കൊക്കെ. കുറച്ച് കാശുണ്ടായ ബാക്കിയുള്ള മനുഷ്യരെല്ലാം ഇവരെ താഴെയാണെന്നുള്ള ചിന്ത, അതിന്റെ അഹങ്കാരം ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ. അങ്ങാരുടെ ഈ ഷോ ഓഫ് ഒക്കെ അങ്ങ് ഓഫീസിൽ പോയി കാണിച്ചാ പോരെ, എന്തിനാ ഇവിടെ വന്ന് കാണിക്കുന്നേ? ഐശ്വര്യ, നീ പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷേ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അങ്ങേരെന്റെ ബോസ് ആയി പോയില്ലേ? നീ ഒന്നും ചെയ്യണ്ട, അതാ നല്ലത്. അങ്ങാരിതൊക്കെ മനഃപൂർവ്വം ചെയ്തയാണെന്നാ എനിക്ക് തോന്നുന്നത്. ഏയ് അങ്ങനെയല്ല ഐശ്വര്യ, സാർ അങ്ങനെയുള്ള ഒരാളല്ല. പുള്ളി അങ്ങനെ ആരോടും പൊതുവെ സംസാരിക്കുകൂടിയില്ല. അതേ നീ, ഞാൻ ആ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 1.5 വർഷമാകുന്നു. അങ്ങാരി ഇതുവരെ എന്നോട് ഇത്രയും ക്ലോസ് ആയി സംസാരിച്ചിട്ടേ ഇല്ല. പക്ഷേ ഇന്ന് എന്ത് ക്യാഷ്വലായിട്ടാണോ എന്ന് സംസാരിച്ച് എനിക്ക് തന്നെ ഷോക്കായിപ്പോയി. ഓ, എനിക്കെന്തായാലും അങ്ങാരെ അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. അങ്ങാരോട് ഒരു ആറ്റിറ്റ്യൂഡ് സംസാരവും. ഇനി മേലെ ഇനി ഈ റെസ്റ്റോറൻറ്റിലേക്ക് എന്നെ വിളിച്ചു പോകില്ല. സോറി ഡി, ഇനി ഉണ്ടാകില്ല. ഇനിയെങ്കിലും ഒന്ന് ചിരിക്കടോ. വല്ലപ്പോഴും തന്നെ ഇങ്ങനെ ഒന്ന് കാണാൻ കിട്ടുന്നേ. അതുകൊണ്ട് ഈ കാര്യം നമുക്ക് വിടാം. വെറുതെ എന്തിനാ നമ്മുടെ ടൈം സ്പോയിൽ ചെയ്യുന്നേ? ലവ്, യു ലവ് ഹിം? അതും എൻ്റെ കമ്പനിയിൽ വെറും ഒരു എംപ്ലോയി ആയിട്ടുള്ള മഹി. ഈ ലോകത്ത് എത്രയോ പെൺകുട്ടികളുണ്ട്. അവരാരെയും നിനക്ക് പ്രേമിക്കണ്ട അല്ലേ? നിനക്കതിന് എൻ്റെ ഐശ്വര്യം മാത്രമേ കിട്ടുള്ളൂ.
നീ ചെയ്തത് വലിയൊരു മിസ്റ്റേക്കാണ്. അത് തിരുത്താൻ എനിക്കറിയാം. അതിന് എനിക്കേ കഴിയൂ. ഐഷു, യു ആർ മൈൻ. നീ എന്നെ മാത്രം സ്നേഹിച്ചാൽ മതി. ഞാനിവിടെ ഉള്ളപ്പോൾ വേറൊരുത്തൻ്റെ നിഴൽ പോലും നിന്റെ അടുത്ത് വരാൻ ഞാൻ സമ്മതിക്കില്ല. റോഹൻ, കം ടു മൈ റൂം. സാർ, റോഹൻ, വിതിൻ 1 hour ഈ കാണുന്ന ആളുടെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണം. ഓക്കെ സാർ. സാർ, ഹെർ നെയിം ഈസ് ഐശ്വര്യ അഗസ്റ്റിൻ. അറിയാം. നെക്സ്റ്റ്. ഇവിടെ SN കോളേജിൽ PG ഫൈനൽ ഇയറിന് പഠിക്കുന്നു. നെക്സ്റ്റ്. ആളുടെ പപ്പയും അമ്മയും 2 വർഷം മുന്നേ ഒരു കാർ ആക്സിഡൻറ്റിൽ മരിച്ചു. പിന്നെ ഒരു സിസ്റ്ററുണ്ട്. അവർ ഭർത്താവുമായി UK സെറ്റിൽഡാണ്. പിന്നെ റിലേറ്റീവ്സ് എന്ന് പറയാൻ അധികം ആരുമില്ല. പിന്നെ ഈ കുട്ടി തനിയെ അവരുടെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. അഡ്രസ് ഉണ്ടോ? ഉണ്ട് സാർ. വണ്ടി എടുക്കും. സാർ, എവിടേക്ക്? ടു ദിസ് അഡ്രസ്. ഓക്കെ സാർ. Chaos is a man and you want him bad. Chaos is a man. Toxic. Like a monster with flame. Chaos is a man. എടി ചേച്ചി, പറയടി. എൻ്റെ ഐഷു, നീ ഇത്രയും ബുദ്ധിമുട്ടി എന്നെ ചേച്ചി എന്ന് വിളിക്കണ്ട. ഒന്നെങ്കിൽ നീ എടിയെന്ന് വിളിക്കും, അല്ലെങ്കിൽ ചേച്ചി എന്ന് വിളിക്കും. ഓ, അതിനൊരു സുഖമില്ല എൻ്റെ ആശി. ഇതാകുമ്പോൾ വല്ലാത്തൊരു സംതൃപ്തിയാണ്. ഓ, ആയിക്കോട്ടെ. അല്ല പെണ്ണെ, നീ കിടന്നോ? ഓ, ദേ ഇപ്പം വന്ന് കിടന്നേ ഉള്ളൂ. അല്ല, നിന്റെ ലഭിച്ചായൻ എത്തിയില്ലേ? ഇല്ലെന്നേ, വരുന്ന സമയം ആകുന്നേ ഉള്ളൂ. അതൊക്കെ പോട്ടെ, നീ എന്നാ ഇങ്ങോട്ടേക്ക് വരുന്നേ? ഇതെന്താ ചോദിക്കാത്തേന്ന് ഞാൻ ഇപ്പം ആലോചിച്ചുള്ളൂ. അതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചേ. പറ, എന്നാ വരുന്നേ? നീ എനിക്ക് വാക്ക് തന്നെയാ, PG കഴിഞ്ഞാൽ പിന്നെ നീ ഇനി അങ്ങോട്ട് എൻ്റെ കൂടെ ആയിരിക്കുമെന്ന്. ഹലോ, ആര് വാക്ക് തന്നു? ദേ പെണ്ണെ, മര്യാദയ്ക്ക് കയറി വന്നു. ഞാനിവിടെ ഒറ്റയ്ക്ക് വഴി. നീ അവിടെ, ഞാൻ ഇവിടെ ആയിട്ട് എനിക്ക് പറ്റുന്നില്ലടി. ഐഷു, ഐ റിയലി മിസ് യു. ഇതങ്ങ് പറഞ്ഞാ പോരെ, അതിന് വാക്ക് തന്നു എന്നൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? പിന്നെ എന്നെ അത്രയ്ക്കങ്ങ് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ താനിങ്ങോട്ട് പാടൂ, ഞാൻ ലഭിച്ചവനോട് പറയാം. ആള് പോകുന്നേ പറയത്തുള്ളൂ. പിന്നെ എന്താ പ്രോബ്ലം? താൻ പാടൂ. അത് പിന്നെ അങ്ങാരെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങനെയാടി അങ്ങോട്ട് വരുന്നേ? സ്വാഭാവികം. അതുകൊണ്ട് ഈ ടോപ്പിക്ക് ഇവിടെ നിർത്തുന്നതാണ് നല്ലത്. ഐഷു, ഞാനിവിടെ തനിച്ചല്ലേടി, നീ വാ, നോക്കാടോ. ഓ എടി ചേച്ചി, നീ ഇങ്ങനെ ഡൗൺ ആകാതെ, നിന്റെ റിക്വസ്റ്റ് ഞാൻ പരിഗണിക്കാടോ. താൻ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യ്. എന്നാ പിന്നെ ഞാൻ വെക്കുവാടോ, ഉറക്കം വരുന്നു. അതെന്താ പെട്ടെന്ന്? കുറച്ചു നേരം കൂടി എന്തേലും പറയടി. എനിക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല എൻ്റെ ആശി. ഇവിടെ ഇപ്പം തന്നെ 10:30 കഴിഞ്ഞു. അവിടെ ഈവനിങ് ആവുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് നിനക്ക് കുഴപ്പമില്ല. നിന്നോട് സംസാരിച്ചിരുന്ന ഞാൻ രാവിലെ എണീക്കാൻ ലേറ്റാകും. അപ്പോൾ പിന്നെ കോളേജിൽ പോകാനും ലേറ്റാകും. ഓ, ഞാനത് ഓർത്തില്ലടി. എങ്കിൽ പിന്നെ നീ കിടന്നോ, ഞാൻ നാളെ വിളിക്കാം. ഗുഡ് നൈറ്റ് ഉമ്മ. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ ഡി. പിന്നെ ഉമ്മ. ഓക്കെ ഡി ചേച്ചിക്കുട്ടി. പിന്നെ നിന്റെ ലഭിച്ചാനെ തിരക്കെന്ന് പറഞ്ഞേക്കണേ. ഓ, പറഞ്ഞേക്കാമേ. എന്നാ നീ കിടന്നു. ഇതാരാ ഈ നേരത്ത്? എന്താ വീട്ടിൽ വന്ന ഗസ്റ്റിനെ
അകത്തേക്ക് വിളിക്കില്ല എന്നുണ്ടോ? നിങ്ങൾ എന്താ ഇവിടെ? ചുമ്മാ നിന്നെ കാണാൻ തോന്നി വന്നു. നിങ്ങൾ എന്തിനാ എന്നെ കാണുന്നേ, അതും ഈ സമയത്ത്? അതൊക്കെ വിശദമായി പറയാനല്ലേ ഞാൻ വന്നേക്കുന്നേ. അപ്പൊ പിന്നെ തുടങ്ങല്ലേ? എന്താ നല്ല ഉറക്കമായിരുന്നു? സാരമില്ല, ഞാൻ പോയി കഴിഞ്ഞ് കണ്ടിന്യൂ ചെയ്തു. ഇപ്പോൾ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നാളെ രാവിലെ പറഞ്ഞാൽ മതിയായിരുന്നു, പക്ഷേ അതുവരെ വെയിറ്റ് ചെയ്യാൻ എനിക്ക് ക്ഷമയില്ല. അതുകൊണ്ടാ ഇപ്പൊ തന്നെ വന്നത്. അതെന്താന്ന് വെച്ചാ, ഇന്ന് രാവിലെ ട്രാഫിക് സിഗ്നലിൽ വെച്ച നിന്നെ ഞാൻ ഫസ്റ്റ് കാണുന്നേ. കണ്ട ഉടനെ തന്നെ എനിക്കിഷ്ടായി. വാട്ട് യു മീൻ? മനസ്സിലായില്ല? ദാറ്റ്സ് ഓക്കെ, ലെറ്റ് മീ എക്സ്പ്ലെയിൻ. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് ഐഷു. കെട്ടി കൂടെ കൂട്ടണമെന്നുണ്ട് എൻ്റെ ജീവന്റെ പാതിയെ. ഇപ്പോൾ ഡൗട്ടെല്ലാം ക്ലിയർ ആയില്ലേ? സോറി, എനിക്ക് അറിയാം നിനക്ക് മഹി ഇഷ്ടമാണ്, നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലാണ്, ഇതൊക്കെയല്ലേ? അതെ. എന്നിട്ട് നിങ്ങൾക്ക് എന്നോട് ഇങ്ങനൊക്കെ പറയാൻ നാണമില്ലേ? ഇതിനൊക്കെ എന്തിനാ നാണിക്കുന്നേ? ഒരു പെൺകുട്ടിയെ ഇഷ്ടമായാൽ അതവളുടെ മുഖത്ത് നോക്കി പറയാനുള്ള ഗട്സ് എനിക്കുണ്ട്. അതിന് നാണിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അതിനുള്ള മറുപടിയും ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അതിന് നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് കരുതി ഞാനും തിരിച്ച് ഇഷ്ടപ്പെടണമെന്നുണ്ടോ? ഉണ്ട്. ഈ ഒരു ജന്മത്തിൽ മാത്രമല്ല, ഇനി 7 ജന്മം ഉണ്ടെങ്കിലും നിന്റെ പ്രണയം അത് എനിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അതിൻ്റെ ഇടയിലേക്ക് മഹി എന്നല്ല ആര് വന്നാലും നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ബിക്കോസ് യു ബിലോങ്സ് ടു മീ. നിങ്ങൾക്കെന്താ ഭ്രാന്തുണ്ടോ? നിനക്ക് അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാനാ തോന്നുന്നേ? അങ്ങനെയാ? ഐ ആം ക്രേസി ഓവർ യു. സ്റ്റോപ്പ് ഇറ്റ്. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് മഹിയാണ് ഇഷ്ടം. ഞാൻ അവനെ ഇഷ്ടപ്പെടും. അതിനൊരു മാറ്റം ഉണ്ടാകില്ല. എങ്കിൽ അവനെ ഞാൻ ഈ ലോകത്തു നിന്ന് തന്നെ പറഞ്ഞേക്കും. നിങ്ങളിത് എന്തൊക്കെയാ പറയുന്നേ? പിന്നെ ഞാനെന്ത് വേണം? അവനെ വളർത്തണം. ബി കൂൾ യാർ. എന്ത് ചെയ്യാനാ ചെല്ലോ, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നത്. സോറി. പിന്നെ ഇതൊക്കെ വളരെ സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യണമെന്നാ ഞാൻ വിചാരിച്ചേ. പക്ഷേ നീ അതിന് സമ്മതിക്കുന്നില്ലല്ലോ. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വരുന്നത്. എനിവേ, അവനെ ബ്രേക്കപ്പ് ചെയ്തേക്ക്. നിനക്ക് ഞാനുണ്ട്. ഇല്ല, ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞു എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെടാൻ കഴിയില്ല. ഞാൻ എത്ര പ്രാവശ്യം വേണമെങ്കിലും പറയാം. ഐ ലവ് യു സോ മച്ച്. സോ നീ അവനെ ബ്രേക്കപ്പ് ചെയ്തേക്ക്. പറ്റില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ബാക്കിയെല്ലാം നിന്റെ ഇഷ്ടം. എന്തായാലും നിന്റെ ഇന്നത്തെ ഉറക്കം പോയി കിട്ടി. സാരമില്ല, നീ ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്ത്. പെട്ടെന്നൊന്നും എന്നെ ഇഷ്ടപ്പെടാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. ടൈം എടുത്തു അവനെ മറക്കാനും എന്നെ സ്നേഹിക്കാനും. അപ്പോ ബൈ. ശേ, ഇതാ എൻ്റെ പ്രശ്നം. പ്രപ്പോസ് ചെയ്തു, ബട്ട്
എന്താ ഇഷ്യൂ കാണിച്ചേ? നിന്റെ ഫ്യൂച്ചർ ഹസ്ബൻഡിനെ കൈ നീട്ടി അടിക്കണം എന്ന് വിചാരിക്കുക പോലും ചെയ്യില്ല. ബിക്കോസ് ഞാനെപ്പോഴും ഇതേപോലെ ക്ഷമിച്ചെന്ന് വരില്ല. പൊക്കു, ഇനി അങ്ങോട്ട് നിന്റെ സ്വപ്നത്തിൽ പോലും ഞാനേ വരാൻ പാടുള്ളൂ. അപ്പോൾ ഗുഡ് നൈറ്റ് അല്ലോ. മഹി, നീ ഇതെവിടാ? കോൾ എടുക്കുന്നില്ലല്ലോ ദൈവമേ. മഹി പ്ലീസ് കോൾ എടുക്ക്. എനിക്ക് നിന്നോടെല്ലാം പറയണം. എടുക്കുന്നില്ലല്ലോ കർത്താവേ. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? മഹി, ഞാൻ ഇന്നലെ എത്ര നേരം നിന്നെ വിളിച്ചു. എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. ഐശ്വര്യ, ഞാൻ ഓഫീസിലാണ്, വർക്കുണ്ട്, പിന്നെ വിളിക്കാം. മഹി, എനിക്കൊരു കാര്യം. കട്ട് ചെയ്തോ? എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞല്ലേ. നീ അത് മൈൻഡ് ആക്കിയത് പോലും ഇല്ലല്ലോ മഹി. എനിക്ക് നടന്നതെല്ലാം നിന്നോട് പറയണമെന്നുണ്ട്. എനിക്കൊരൊക്കെ കരയാൻ തോന്നുന്നു മഹി. എത്ര ധൈര്യം ഉണ്ടായിട്ടാ അയാൾ എന്നെ കിസ് ചെയ്ത്. മഹി, എനിക്കിതെല്ലാം നിന്നോട് പറയണം, പക്ഷെ എപ്പോ? ഓക്കെ, കോളേജ് കഴിഞ്ഞ് നേരെ മഹീനെ കണ്ടു കഴിഞ്ഞ് നടന്നതെല്ലാം പറയണം. എന്നാലേ എനിക്ക് അല്പമെങ്കിലും ആശ്വാസമാകും. ഇതാരാ? പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ഹലോ, ആരാ? ഹലോ, ഇത്ര പെട്ടെന്ന് തന്നെ മറന്നു? ദാറ്റ്സ് ഓക്കെ, ഞാൻ ഓർമ്മിപ്പിക്കാം. മുത്തമൊன்று കൊടുത്താൽ മുത്താമ, നീ വെക്കപ്പെട്ട് സിരിത്താൽ സെന്തമ. അതേ ചെറു, ഞാൻ തന്നെയാ, ഗൗതം. നിങ്ങൾ എന്തിനാ എന്നെ വിളിക്കുന്നേ? ഇതെന്നാ ചോദ്യമാണ് ചെല്ലു. എന്നെ വിളിക്കാതെ പിന്നെ ഞാൻ വേറെ ആരെയെ വിളിക്കണ്ടേ? യു ആർ മൈ ലവ്, മൈ സ്വീറ്റ് ഹാർട്ട്, മൈ ബേബി, മൈ വൈഫ്. സോറി, എൻ്റെ ഫ്യൂച്ചർ വൈഫ്. ഞാൻ ഇത്രയും നേരം വെയിറ്റ് ചെയ്യുമായിരുന്നു നിന്നോട് സംസാരിക്കാൻ. എന്തിന്? ആയിഷ്, വീണ്ടും ഒന്നേന്ന് പറഞ്ഞു തുടങ്ങാൻ എനിക്ക് വയ്യ. ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണോ നീ എൻ്റെ ലവറാണെന്ന്? നിർത്ത്. ഞാൻ നിങ്ങളെ ലവറൊന്നുമല്ല. എത്ര പ്രാവശ്യം പറയണം ഞാൻ മഹീനെ ഇഷ്ടപ്പെടുന്നേന്ന്? ആയിഷ്, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അവൻ്റെ മുഖം കാണുമ്പോൾ തന്നെ ഒന്ന് കൊടുക്കാൻ തോന്നും. എങ്ങനെയാ ചെല്ലോ അവനെയൊക്കെ നിനക്ക് ഇഷ്ടമായേ? നിന്നെ അവനെയും കൂടി കണ്ട അലുവയും മത്തിക്കറിയും പോലുണ്ട്. വാട്ട് എ വിയേർഡ് കോമ്പിനേഷൻ. നിന്റെ ഈ ലുക്കിന് അവൻ വರ್ತല്ല ചെല്ലോ. എന്നാൽ നമ്മളെ രണ്ടുപേരെയും കൂടി നോക്കുവാണെങ്കിൽ പെർഫെക്റ്റ് മാച്ച് ആയിരിക്കും. അതുമല്ല, നമ്മുടെ പേർ ക്യൂട്ടായിരിക്കും. നിനക്ക് ഞാനാണ് സെറ്റാകുന്നത്. സോ ഞാൻ വീണ്ടും പറയുക, അവനെ ബ്രേക്കപ്പ് ചെയ്തേക്കും. നമുക്ക് രണ്ടുപേർക്കും അടിച്ചു പൊളിച്ച് ജീവിക്കാം. ഇങ്ങനൊക്കെ പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഇതിനൊക്കെ എന്തിനാ നാണിക്കുന്നേ? മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നിന്നെ വിട്ടുകൊടുക്കാൻ എനിക്ക് സൗകര്യമില്ല. സോ നീ അവനെ ബ്രേക്കപ്പ് ചെയ്തിട്ട് എന്നെ സ്നേഹിക്കും. പറ്റില്ല. എന്തുകൊണ്ട്? എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. നിങ്ങളെ കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാ. ഓ, എന്നിട്ട്? ഇനി എന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യില്ലേ. എനിക്ക് നിങ്ങളോട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നാൻ പോകുന്നില്ല. എന്താ ചെല്ലോ ഇങ്ങനൊക്കെ പറയുന്നേ? എൻ്റെ ഈ ലവ് സ്റ്റോറിയിൽ ഞാനൊരു ഹീറോ ആയിരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നെ വെറുതെ വില്ലനാക്കാൻ നോക്കരുത്. ഞാൻ ഹീറോ ആയിട്ട് തന്നെ ഇരുന്നോളാം. അതുകൊണ്ട് നീ എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതാകും നിനക്ക് നല്ലത്. എന്തൊക്കെ പറഞ്ഞാലും നീ വിചാരിക്കുന്നത് ഒരിക്കലും നടക്കില്ല.
എന്നാ നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ. നീ ഓക്കെ പറഞ്ഞാൽ നമുക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാം. ഇല്ലെങ്കിൽ നീ വളരെയധികം കഷ്ടപ്പെടേണ്ടി വരും. ബിക്കോസ് ഞാൻ നിന്നെ ഒരിക്കലും വിട്ടുകൊടുക്കില്ല ആർക്കും. ഇനി നിനക്കെന്നെ ഒരിക്കലും ഇഷ്ടപ്പെടാൻ കഴിഞ്ഞില്ലേലും നിന്നെ ഞാൻ വിടില്ല മോളെ. ഓ, കട്ട് ചെയ്തല്ലേ? ദാറ്റ്സ് ഓക്കെ ബേബി. യുവർ ലവ് സ്റ്റോറി വിത്ത് മഹി വിൽ എൻഡ് വെരി സൂൺ. മഹി, നീ എന്താ എന്നെ വിളിക്കാഞ്ഞ്? ഞാൻ എത്ര വട്ടം നിന്നെ വിളിച്ചു, നീ എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാഞ്ഞ്? നീ എന്നെ തിരിച്ചു വിളിക്കാന്ന് കരുതി ഞാൻ എന്തുമാത്രം വെയിറ്റ് ചെയ്തെന്നറിയോ? ഹേയ്, നീ കരയുവാണോ? ചെറുതായിട്ട്. എനിക്ക് നിന്നോട് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. എനിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എന്ത്? പറയാം, നീ ആദ്യം ഇവിടെ ഇരിക്ക്. ഇനി പറ, എന്താ? നിനക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. എനിക്ക് പ്രമോഷൻ കിട്ടി. എന്താ, പ്രമോഷൻ കിട്ടിയെന്നോ? സത്യമാണോ ഞാൻ ഈ കേൾക്കുന്നേ? അതെ, നീയാണ് സത്യം. കൺഗ്രാറ്റ്സ് മഹി. താങ്ക് യു മൈ ലവ്. ഇതറിഞ്ഞപ്പോൾ എനിക്ക് എന്തുമാത്രം സന്തോഷമായെന്നറിയോ നിനക്ക്? ഇനി തൊട്ടങ്ങോട്ട് ഞാനാണ് GV ഗ്രൂപ്പ്സിന്റെ അസിസ്റ്റന്റ് മാനേജർ, അതും UK ബ്രാഞ്ചിലേക്ക്. UK-യിലോ? അതേ ഐശ്വര്യ, UK-യിൽ തന്നെ. നിനക്കറിയാലോ, UK-യിൽ പോയി വർക്ക് ചെയ്യണമെന്നത് എൻ്റെ ഡ്രീമാണെന്ന്. അറിയാം, പക്ഷേ നീ പറഞ്ഞിട്ടില്ലേ ഈ ഓഫീസിൽ സീനിയറായി ഒരുപാട് പേരുണ്ട്, അതുകൊണ്ട് 3-4 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് നിന്നെ സെലക്ട് ചെയ്യാൻ. അതെ, ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെ സംശയം. സീനിയറായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരൊക്കെ 4-5 വർഷമായി അവിടെ ജോലി ചെയ്യുന്നവരാണ്. ഞാൻ ജോയിൻ ചെയ്തിട്ട് തന്നെ 1.5 വർഷം ആയതേ ഉള്ളൂ. എന്നിട്ടും എന്നെ എങ്ങനെ സെലക്ട് ചെയ്തെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഞാൻ രാവിലെ ഓഫീസിലേക്ക് ചെന്നപ്പോൾ തന്നെ ഗൗതം സാർ എന്നെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചിട്ട് പ്രമോഷൻ ലെറ്റർ എൻ്റെ കയ്യിലേക്ക് തന്നു. മഹി, തനിക്ക് പ്രമോഷൻ തന്നിട്ടുണ്ട്, ഇവിടെയല്ല UK ബ്രാഞ്ചിലേക്കാന്ന് പറഞ്ഞപ്പോൾ ശരിക്കും എൻ്റെ കിളി പോയി. വിശ്വസിക്കാൻ തന്നെ ഞാൻ പാടുപെട്ടു. ഇത് കേട്ടപ്പോൾ എനിക്ക് എത്രത്തോളം സന്തോഷമായെന്ന് നിനക്കറിയോ? ഇതെന്താ ഞാൻ ഇത്രയും സന്തോഷമുള്ള ഒരു കാര്യം പറഞ്ഞിട്ടും നീ ഒരുമാതിരി ഇരിക്കുന്നേ? എനിക്ക് പ്രമോഷൻ കിട്ടിയത് നിനക്ക് ഇഷ്ടമായില്ലേ? എന്താ മഹി ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇത് നിന്റെ ഡ്രീം അല്ലേ? നീ അതിനല്ലേ ഇത്ര നാള് ഹാർഡ് വർക്ക് ചെയ്തേ? എന്നിട്ട് നിനക്കൊരു സന്തോഷമില്ലല്ലോ? അത് അങ്ങനെയല്ല മഹി. പിന്നെന്താ പറ. അത് നീ എന്നെ വിട്ട് പോകുകയാണല്ലേ. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യും. ഓ, അപ്പോ അതാണ് കാര്യം. ഏയ്, നീ എന്തിനാ ഈ കരയുന്നേ? അത് ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യും മഹി. നിന്നെ കാണാതെ എന്നെ കൊണ്ട് പറ്റില്ല. ഏയ്, താനിങ്ങനെ ഇമോഷണൽ ആകാതെ ഞാൻ പറയുന്നേ ഒന്ന് കേക്ക്. നിന്റെ PGന്റെ ക്ലാസ് കഴിയാൻ ഇനി ഒരു 6 മാസം കൂടിയില്ലേ? അതെല്ലാം കഴിഞ്ഞ് നീ ചേച്ചിയുടെ അടുത്തേക്ക് വാ, UK-യിലേക്ക്. അവിടെ ഞാനും ഉണ്ടല്ലോ. ഇപ്പോ ഞാൻ പോകുന്നു, 6 മാസം കഴിഞ്ഞ് നീയും വരുന്നു. നീ വരുന്നവരെ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും, പോരെ? ഒരു 6 മാസം വെയിറ്റ് ചെയ്യാൻ നിനക്ക് പറ്റില്ലേ? നമ്മുടെ ഈ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കാന്ന് ഞാൻ പറഞ്ഞു ഇല്ലല്ലോ? ഞാൻ അവിടെ ചെന്നാലും നിന്നെ വിളിക്കും, മെസ്സേജ് അയക്കും, പിന്നെ വീഡിയോ കോൾ ഉണ്ടല്ലോ, അതുവഴി സംസാരിക്കാം. എന്നെ മിസ് ചെയ്യുന്നു എന്നുള്ള പരാതിയും മാറിക്കിട്ടും. എന്തേ? അതെനിക്കറിയാം മഹി, പക്ഷേ എനിക്കിവിടെ നീ മാത്രമല്ലേ ഉള്ളായിരുന്നു. ഇപ്പൊ നീയും എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ദൂരത്തേക്ക് പോവുക. അതാ ഞാൻ. താൻ അങ്ങനെയൊന്നും വിചാരിക്കല്ലേ. പിന്നെ എൻ്റെ കരിയറാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എനിക്ക് പോയേ പറ്റൂ. അതെനിക്കറിയാം മഹി. 6 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ, സാരമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. അപ്പോൾ ഇനി കരയില്ലല്ലോ? ഇല്ല. അല്ല, എന്നത്തേക്കാ പോകുന്നേ? നെക്സ്റ്റ് വീക്ക്. നെക്സ്റ്റ് വീക്കോ? അതെന്താ ഇത്ര പെട്ടെന്ന്? പ്രമോഷൻ ലെറ്റർ കിട്ടി ഒരാഴ്ചക്കകത്ത് തന്നെ റിപ്പോർട്ട് ചെയ്യണം.
അതാ. ഉം. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങുവാടോ. ഇനി ഒരാഴ്ചയല്ലേ ഉള്ളൂ, എനിക്ക് കുറച്ചുകൂടി വർക്ക് ചെയ്ത് തീർക്കാനുണ്ട്. ഓക്കെ. അല്ല, തനിക്കെന്തോ എന്നോട് പറയണമെന്ന് പറഞ്ഞല്ലേ, എന്താ അത്? അയാളുടെ കാര്യം ഇപ്പൊ പറഞ്ഞാൽ ശരിയായല്ല. എന്തേലും പ്രോബ്ലം ആയാൽ മഹിക്ക് UK പോകാനും പറ്റില്ല. ഇത് മഹിയുടെ ഡ്രീമാണ്. അതിനു വേണ്ടിയിട്ട് അവൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ കാരണം ഒരു പ്രോബ്ലം ഉണ്ടാകില്ല. അവൻ്റെ സന്തോഷം ഞാനായിട്ട് നശിപ്പിക്കരുത്. ഇന്നലെ നടന്നതൊന്നും അവൻ അറിയാതിരിക്കുന്നേ നല്ലത്. ഏയ്, താനെന്താടോ ആലോചിക്കുന്നേ? പറ, എന്താ കാര്യം? അത് രാവിലെ ഞാൻ വിളിച്ചപ്പോൾ എന്താ ഫോൺ എടുക്കായിരുന്നു? ആ, അപ്പോൾ ഞാൻ ഗൗതം സാറിന്റെ ക്യാബിലായിരുന്നു, അതാ. ആ, അല്ല, താൻ ഇന്നലെ രാത്രി എന്നെ ഒരുപാട് വട്ടം വിളിച്ചായിരുന്നല്ലേ? ഞാൻ ആ സമയമായപ്പോഴത്തേക്കും ഉറങ്ങി. എന്താ കാര്യം? ആ, അതെനിക്ക് ഉറക്കം വന്നില്ല, അതായിരുന്നു. ഓ, വേറെ ഒന്നുമില്ലല്ലോ. ഞാൻ എന്നാ പൊക്കോട്ടെ. ഉം, ഞാൻ അയച്ചു വിളിക്കാം. ബൈ. ഉം. മഹി എൻ്റെ ലൈഫിലേക്ക് വന്നിട്ട് ഇപ്പോൾ 6 മാസം കഴിഞ്ഞു. അതിനു മുന്നേയുള്ള എൻ്റെ ജീവിതം, അതിലേക്കൊരു തിരിച്ചുപോകൽ ഉണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. കാരണം അവിടെ ഞാൻ തനിച്ചായിരുന്നു. എന്നെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്നത് ആ ഒറ്റപ്പെടൽ തന്നെയാണ്. ഇപ്പോൾ വീണ്ടും ഞാൻ അവിടെ തന്നെ എത്തിയിരിക്കുന്നു. എനിക്ക് പ്രിയപ്പെട്ട മറ്റൊന്നു കൂടി എന്നിൽ നിന്ന് അകലാൻ പോകുന്നു. പപ്പ, അമ്മമ്മ ദൂരത്താണെങ്കിലും എൻ്റെ ആശി ഇപ്പം മഹി. എൻ്റെ ഹാപ്പിനെസ് ഓരോന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നെ എന്തിനാ കർത്താവേ ഇങ്ങനെ പരീക്ഷിക്കുന്നേ? എനിക്കുള്ളവരെ എന്തിനാ എൻ്റെ അടുത്ത് നിന്നിങ്ങനെ അകറ്റി മാറ്റുന്നേ? ഇനി എനിക്കെന്ന് പറയാൻ എൻ്റെ കൂടെ ആരുമില്ല. ഓയ് ചെല്ലോ. ഓഹോ, ഞാൻ ദാ വരുന്നു ചെല്ലോ. ഉണ്ണിയേട്ടൻ ഫസ്റ്റ്. എന്തിനാ എൻ്റെ പിറകെ ഇങ്ങനെ നടക്കുന്നേ? ചെല്ലോ, എനിക്ക് നിന്റെ പുറകെ നടക്കാനല്ല, ഒപ്പം നടക്കാനാ ഇഷ്ടം. പക്ഷേ നീ എന്നെ നിന്റെ ഏഴയില് തടുപ്പിക്കുന്നില്ലല്ലോ. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഞാൻ ഉള്ളത്. സോ ജസ്റ്റ് ലീവ് മീ അലോൺ. അയ്യോ, എന്റെ ചെല്ലത്തിന് എന്താ പറ്റിയേ? എന്താ കാര്യം? എന്നോട് പറ. ഡോണ്ട് ടച്ച് മീ. ഓടുന്നു. പറച്ചിലായിട്ടാ തോന്നുമല്ലോ ഞാൻ നിന്നെ ഫസ്റ്റ് ആണ് ടച്ച് ചെയ്യുന്നതെന്ന്. ഇന്നലെ നമ്മുടെ ലിപ്സ് തമ്മിൽ ടച്ച് ആയില്ലേ? സ്റ്റോപ്പ് ഇറ്റ്. ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഞാൻ എന്ത് സിറ്റുവേഷനിലാണ് ഉള്ളതെന്ന്. അതുകൊണ്ട് ദയവേത് ഇവിടെ നിന്നും പോയിത്താ. അയ്യോ, എന്റെ ചെല്ലത്തിന് എന്താ പറ്റിയേ? എന്തായാലും എന്നോട് പറ. ഞാൻ എന്തിന് നിങ്ങളോട് പറയണം? അതിന് നിങ്ങൾ എന്റെ ആരാ? ആയിഷ്, ഇത് ഞാൻ എത്ര പ്രാവശ്യം പറയണം നിന്നോട്? നീ എൻ്റെ ആണെന്ന്. യുവർ മൈൻ, യുവർ മൈ ഗേൾ ഫ്രണ്ട് ആൻഡ് മൈ ഫ്യൂച്ചർ വൈഫ്. സോ നൗ ഐ ആം യുവർ ബോയ് ഫ്രണ്ട്. ഞാൻ നിന്റെ ഗേൾ ഫ്രണ്ട് അല്ല. പിന്നെ എന്റെ ബോയ് ഫ്രണ്ട് അത് നീയല്ല, മഹിയാണ്. ഗൗതം, എന്തിനാ വെറുതെ ദേഷ്യപ്പെടുന്നത്? ബി കൂൾ യാർ. ദേ നോക്ക്, ഇപ്പൊ നീ ആരെ വേണമെങ്കിലും ഇഷ്ടപ്പെട്ടു, ഐ ഡോണ്ട് കെയർ. ബട്ട് സ്റ്റിൽ ഐ ലവ് യു. ചേ, ഞാൻ വേറൊരാളെയാണ് ഇഷ്ടപ്പെടുന്നതെന്ന് അറിഞ്ഞിട്ടും എന്റെ പിറകെ നടന്ന് ഇങ്ങനെ ശല്യം ചെയ്യാൻ തനിക്ക് നാണമില്ലേ? ഇല്ല, അതുകൊണ്ടാണല്ലോ അവനെ ബ്രേക്കപ്പ് ചെയ്തിട്ട് എന്നെ സ്നേഹിക്കാൻ പറയുന്നത്. അതാവുമ്പോൾ നമുക്ക് രണ്ടാൾക്കും ഹാപ്പിയായി ജീവിക്കാമല്ലോ. തന്റെ ഈ ഉദ്ദേശം എന്റെ അടുത്ത് നടക്കില്ല. എനിക്ക് തന്നെ ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് നിന്നെ
ഒരുപാട് ഇഷ്ടമാണ്. നീ എന്തൊക്കെ പറഞ്ഞാലും ഇനി ഒരുത്തനും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. അത്രയ്ക്ക് നാണമില്ലാത്തവനായി മാറി ഞാൻ നിന്റെ കാര്യത്തിൽ. ഏയ് ചെല്ലോ, അവിടെ നിൽക്ക്. എന്തിനാ എന്നോടിങ്ങനെ ദേഷ്യം കാണിക്കുന്നത്? ആയിഷ്, നിന്നോടല്ലേ ചോദിക്കുന്നേ, പറഞ്ഞിട്ട് പോച്ചല്ലോ. അയ്യോ, ഞാൻ ഭയന്നിട്ടെ. അല്ല, ഇത്രയ്ക്കും ദേഷ്യം കാണിക്കാൻ ഞാൻ എന്താ ചെയ്തേ? അതെന്താന്ന് നിങ്ങൾക്കറിയില്ലേ? ഇല്ല, പറ. അത് കേൾക്കാനാണല്ലോ ഞാനിവിടെ നിൽക്കുന്നത്. എന്തു പറ്റി എന്റെ ജലത്തിന്? ചേ, ഇത്രയൊക്കെ ചെയ്തു വിട്ടിട്ടും ലേശം ഉളുപ്പ് അതുപോലും ഇല്ലല്ലോ നിങ്ങൾക്ക്. വാട്ട്? ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നത്? ഹോ, അറിയില്ലല്ലേ? ഞാൻ പറയാം. മഹിക്ക് എന്തിനാ നിങ്ങൾ UK തന്നെ പ്രമോഷൻ കൊടുത്തേ? ഓ, അതോ? അതെന്തിനാന്ന് നിനക്കറിയാലോ. പിന്നെന്തിനാ ഇങ്ങനെ ഒരു ചോദ്യം? എന്റെ നാവിൽ നിന്ന് തന്നെ നിനക്ക് അറിയണമെങ്കിൽ ഞാൻ പറയാം. എനിക്ക് നിന്നെ കിട്ടാൻ വേണ്ടിട്ട് തന്നെയാ കുറച്ച് ചീപ്പാണെങ്കിലും ഈ നമ്പർ തന്നെ ഇറക്കി. ഇങ്ങനെയൊക്കെ ചെയ്താ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണോ അത് ഞാൻ ചെയ്യണമല്ലോ. അതാണല്ലോ അതിന്റെ ഒരു ശരി. ചേ, നിങ്ങൾ ഇത്രയ്ക്ക് ചീപ്പാണെന്ന് ഞാൻ വിചാരിച്ചില്ല. മഹിയെ UK അയച്ച നിങ്ങളെ ഞാൻ സ്നേഹിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മേ ബി. അതിനൊരു ചാൻസും ഇല്ല. മഹി എവിടെ പോയാലും ഞാൻ അവനെ മാത്രമേ സ്നേഹിക്കൂ. ഞാൻ കരുതി നീ ഭയങ്കര ധൈര്യമുള്ള ആളാണ്. അങ്ങനെയായിരുന്നേ മഹീനെ UK അയക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അവനോട് ഉള്ളപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാൻ വർക്കൗട്ട് ചെയ്യാമായിരുന്നല്ലോ. അത് നല്ലൊരു ഐഡിയ ആയിരുന്നു. പക്ഷേ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ എനിക്ക് അവനെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെയാണ് കൈയോടെ അവനെ പാക്ക് ചെയ്തത്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ ശരിക്കൊരു പൊസസീവ് ബോയ് ഫ്രണ്ട് തന്നെയാണ്. നീ അവനോട് സംസാരിക്കുന്നത്, നിങ്ങൾ ഡേറ്റിങ്ങിന് പോകുന്നത്, അവൻ നിന്നെ കെയർ ചെയ്യുന്നത്, ഇതൊന്നും എനിക്കിഷ്ടമല്ല. മോസ്റ്റ് വൺ, നീ അവനെ ഇഷ്ടപ്പെടുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. അവൻ നിന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് അറിഞ്ഞപ്പോൾ ശരിക്കും അവനെ അങ്ങ് തീർത്ത് കളഞ്ഞാലോ എന്ന് വരെ ആലോചിച്ചേ ഞാൻ. സത്യം. പക്ഷേ എന്ത് ചെയ്യാനാ, നിനക്കവനെ അത്രയ്ക്ക് ഇഷ്ടമായി പോയില്ലേ? ഞാൻ എന്തെങ്കിലും ചെയ്തു പോയാൽ നിന്റെ വിഷമം അത് ഞാൻ കാണേണ്ടി വരില്ലേ? നീ വേദനിച്ചാൽ അത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് എന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെയാ അവനെ പ്രമോഷൻ കൊടുത്ത് ഇവിടുന്ന് പാക്ക് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല ചെല്ലോ. അല്ല, ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നേ. നീ എന്താ ഒന്നും അവനോട് പറയാതിരുന്നേ? ഞാൻ കരുതി ഇന്നലെ തന്നെ എല്ലാം വിളിച്ച് പറഞ്ഞു കാണുമെന്ന്. എന്തു പറ്റി? അത് നിന്നോട് പറയേണ്ട ആവശ്യമില്ല. അതെനിക്കറിയാൻ ചെല്ലോ. നിനക്കെന്നെ ഇഷ്ടമാണ് എന്നതല്ലേ സത്യം? ഒരിക്കലുമല്ല. ഇന്നീ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് നിന്നെയാണ്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങളെ ഞാൻ ഒരിക്കലും സ്നേഹിക്കാൻ പോകുന്നില്ല. നിങ്ങളോട് ഒരു ഫീലിങ്സും എനിക്കുണ്ടാകാനും പോകുന്നില്ല. ഓ, അങ്ങനെയാണ്. അതെ, അങ്ങനെ തന്നെയാണ്. നമുക്ക് കാണാം. പിന്നെ നിന്നെ കൊണ്ട് തന്നെ ഞാൻ എന്നെ ഇഷ്ടമാണെന്ന് പറയിപ്പിക്കും. അതിന് ഒരുപാട് സമയത്തിന്റെ ആവശ്യമൊന്നും ഇല്ല. ചലോ, പോകുവാണോ? ഐ ലവ് യു. ഇഡിയറ്റ്.
JKD ചെന്നിട്ട് വിളിക്കാം. മഹി, ഐ വിൽ മിസ് യു. ഞാനും. പോട്ടെ എന്നാ. ഓ, ഫൈനലി ആ ശല്യം ഒഴിഞ്ഞു കിട്ടി. അങ്ങനെ നിങ്ങളുടെ ലവ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നൗ ഇറ്റ്സ് മൈ ടേൺ. വഴിമാറ്. ഇവിടെ ഇത്രയും സ്ഥലം കിടക്കുന്നുണ്ടില്ലേ, സോ അതുവഴി വെക്കൂ. നിങ്ങളുടെ പ്രശ്നം എന്താ? എന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. നോക്ക്, നിങ്ങളോട് വഴക്കിടാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. സോ ദയവ് ചെയ്ത് വഴിമാറ്. ഓക്കെ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. നീ അത് കഴിഞ്ഞു പോക്കൂ. എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. മാറങ്ങോട്ട്. ഏയ്, കൈവിട്. എനിക്കൊന്നും കേക്കണ്ടെന്നില്ലേ പറഞ്ഞേ? എന്താ ചെല്ലോ ഇങ്ങനൊക്കെ ബിഹേവ് ചെയ്യുന്നേ? 1 വീക്കായി നിന്നെ കാണാൻ വന്നില്ല എന്നുള്ളത് ശരിയാ. അതുകൊണ്ട് നീ എല്ലാം മറന്നു. നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലല്ലേ? ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. സോ കം വിത്ത് മീ. ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല. എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. കൈവിട്. ഐഷു, എന്താ നിന്റെ പ്രോബ്ലം? അവൻ പോയില്ലേ? പിന്നെന്താ? അവൻ പോയെന്ന് കരുതി ഞാൻ നിങ്ങളുടെ കൂടെ വരണമെന്നുണ്ടോ? നിങ്ങൾ എന്നെ പറ്റി എന്താ വിചാരിച്ചു വെച്ചേക്കുന്നത്? അതിന് ഞാൻ എന്ത് വിചാരിച്ചു? എനിക്ക് നിന്നോട് സംസാരിക്കണം. That's all. എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ വരുന്നില്ല. ഈ 1 വീക്ക് നിന്നെ കാണാത്തത് കൊണ്ട് തന്നെ ഞാൻ എന്തുമാത്രം ഹാപ്പി ആയിരുന്നു. എന്തിനാ നീ വീണ്ടും വന്ന് എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നേ? ഓ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നീ എന്നെ കാണാത്തോണ്ട് ഹാപ്പി ആയിരുന്നല്ലേ? അതെ. ഓക്കെ, ഞാൻ ആ കാലം പോകാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. അല്ലാതെ നിന്നെ വിട്ടൊരിക്കലും ഞാൻ പോകില്ല. ദേ മഹി, അങ്ങനൊന്നും വിളിക്കണ്ട. അവനൊരു പേരുണ്ട്, അത് വിളിച്ചാ മതി. ഓ, പിന്നെ പേര് വിളിച്ച് കൊഞ്ചിക്കാൻ പറ്റിയൊരു സാധനം. ഞാൻ പറഞ്ഞോ കൊഞ്ചിക്കണോന്ന്? ഇനി നീ വേണമെന്ന് പറഞ്ഞാലും ചെയ്യാതിരിക്കുമല്ലേ ഈ ഞാൻ. ഒരാഴ്ചയുടെ കാര്യമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് അവൻ പോകുമല്ലോ. അതുവരെ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യണ്ട. നീ ഹാപ്പി ആയിരിക്കട്ടെ എന്ന് കരുതിയ നിന്നെ കാണാൻ വരാതിരുന്നേ. അതിന് ഇത്രയ്ക്ക് ഷോ ഓഫിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ കാണാൻ വരാത്തോണ്ട് നീ വലിയ ഹാപ്പി ആയിരുന്നല്ലേ? ചേ, എന്ത് ക്യാരക്ടറാണ് നിന്റെ? നീ എന്നെ സ്നേഹിക്കുന്നല്ലേ പറഞ്ഞേ? ഏതേലും ഒരാണ് താൻ സ്നേഹിക്കുന്ന പെണ്ണ് മറ്റൊരുത്തന്റെ കൂടെ ഹാപ്പി ആയിരിക്കട്ടെ എന്ന് വിചാരിക്കൂ? ഒരിക്കലും ഇല്ല ചെല്ലോ. എന്ത് ചെയ്യാനാ? ആ ബിച്ചിനെ ദേ ഈ കൈ കൊണ്ടടിച്ചു കൂട്ടി ഒരു മൂലക്കാക്കണമെന്നുണ്ട്. അതുപോലെ തന്നെ നിന്റെ ചെവിക്കലിന് 2 തന്നാ കൊള്ളാവുന്നുണ്ട്. ഇതൊന്നും ചെയ്യാതെ ഇരിക്കാൻ ഞാൻ നല്ലപോലെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യാനാ ചെല്ലോ? നീ അവനെ ഇഷ്ടപ്പെട്ടു പോയില്ലേ? അതുകൊണ്ട് മാത്രാ ഞാനവനെ വെറുതെ വിട്ടത്. അപ്പൊ നിനക്കറിയാം എനിക്ക് എന്തുമാത്രം അവനെ ഇഷ്ടമാണെന്നുള്ളത്. എന്നിട്ടും എന്തിനാ ഞങ്ങളുടെ ഇടയിലേക്ക് വരുന്നേ? എന്നെക്കാളും നല്ലൊരു പെൺകുട്ടിയെ തന്നെ കണ്ടുപിടിച്ച് അവളെ സ്നേഹിച്ചൂടെ? എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നേ? എന്ത് ചെയ്യാനാ ചെല്ലോ? എനിക്ക് നിന്നെയല്ലേ ഇഷ്ടമായി. പക്ഷേ ഞാൻ വേറൊരാളെയാണ് സ്നേഹിക്കുന്നത്. അത് കുറച്ച് നാളത്തേക്ക് മാത്രം. അത് കഴിഞ്ഞ് നീ എൻ്റെ അടുത്തേക്ക് തന്നെ വരും.
പക്ഷേ നീ എന്നെ പറ്റി എന്താ വിചാരിച്ചു വെച്ചേക്കുന്നേ? ഞാൻ മഹീനെ വിട്ടിട്ട് നിന്നെ സ്നേഹിക്കുമെന്നാണോ? ഓഫ് കോഴ്സ്, ഇനി അതല്ലേ നടക്കാൻ പോകുന്നത്. അതൊരിക്കലും നടക്കില്ല. ഞാൻ മഹിയാണ് സ്നേഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ ഒരിക്കലും സ്നേഹിക്കാനും പോകുന്നില്ല. കാണാം, ഇപ്പൊ എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ ഈ നാവ് കൊണ്ട് തന്നെ നിനക്കെന്നെ ഇഷ്ടമാണെന്ന് നിന്നെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും. അതിന് ഒരുപാട് സമയമൊന്നും എനിക്ക് ആവശ്യമില്ല. വളരെ കുറച്ച് സമയം മാത്രം മതി. എന്താ നിന്റെ പൈസ വെച്ച് എന്നെ വിലക്ക് വാങ്ങുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ആയിഷ്, അത്രയ്ക്കും ചീപ്പല്ല ഞാൻ. പിന്നെ നീ അങ്ങനെ ഒരു പെണ്ണല്ലെന്നും എനിക്കറിയാം. ഓ, നിനക്ക് അതൊക്കെ അറിയാല്ലേ? സന്തോഷം. ഇപ്പം വഴി മാറാൻ നോക്ക്. എനിക്ക് പോണം. നിന്നോട് എനിക്ക് സംസാരിക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതിന് ഇമാതിരി കോപ്പിലെ ഷോ ഇറക്കിയുണ്ടല്ലോ. അതെ, മര്യാദയ്ക്ക് സംസാരിക്കണം. ഇത്രയും നേരം ഞാൻ മര്യാദയ്ക്ക് തന്നെയാ സംസാരിച്ചേ. എന്നിട്ട് എനിക്ക് പറയാനുള്ളത് എന്താന്ന് പോലും കേൾക്കാൻ തയ്യാറാകാതെ പോകാനൊരുങ്ങിയ ഞാൻ എന്ത് ചെയ്യണം? എനിക്കിപ്പോ നിനക്കിട്ടൊന്ന് പൊട്ടിക്കാനുള്ള ദേഷ്യമുണ്ട്. എന്നിട്ടും കൺട്രോൾ ചെയ്താ ഇത്രയും നേരം സംസാരിച്ച്. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ വരാൻ നോക്ക്. ഞാൻ എന്ത് ചെയ്തിട്ടാ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടുന്നേ? എന്ത് ചെയ്തിട്ടാണെന്നോ? നീ എന്താ ചെയ്യാത്തതായിട്ടുള്ള? നീ ആ ബിച്ചിനെ പോയി കെട്ടിപ്പിടിച്ചതും പോരാത്തേന് അവൻ നിന്നെ കിസ് ചെയ്തിട്ട് പോകുന്നു. ഇതൊക്കെ കണ്ടിട്ടും എന്റെ ദേഷ്യം കൺട്രോൾ ചെയ്ത് വെറുതെ എന്തിനാ ഒരു സീൻ ഉണ്ടാക്കുന്നതെന്ന് കരുതി അടങ്ങി നിൽക്കുന്നേ. എന്നിട്ടും നീ ഇതേപോലെയാ ബിഹേവ് ചെയ്യുന്നതെങ്കിൽ പബ്ലിക് പ്ലേസ് ആണെന്നൊന്നും ഞാൻ നോക്കില്ല. ചെവിക്കലിനൊന്ന് തിരിഞ്ഞ് അവൻ എന്നെ ഹഗ് ചെയ്താലും ഈവൻ കിസ് ചെയ്താലും നിനക്കെന്താ പ്രോബ്ലം? ഞാൻ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അവൻ എൻ്റെ ബോയ് ഫ്രണ്ടാ. അതിന് നിനക്ക് ദേഷ്യം വരേണ്ട ഒരു കാര്യമില്ല. ഇനി വന്നാലും എനിക്കൊരു ചുക്കുമില്ല. ആയിക്കോട്ടെ, ഇപ്പൊ എന്റെ കൂടെ നീ വന്നേ പറ്റൂ. പറ്റില്ല. ഓ, ഇതൊരു നടക്കി പോകില്ല. സോറി ചെല്ലോ. ചോദിച്ച് മേടിച്ചാ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഞാനിതെവിടെയാ? നമ്മുടെ വീട്ടിലാ ചെല്ലോ. വാ വാ ഇങ്ങോട്ട്. നോ, എന്നെ വിട്. അഞ്ച് മിനിറ്റ് തരാം. എല്ലാരും സ്ഥലം കാലിയാക്കാൻ നോക്ക്. ഇന്നിനിയിപ്പോ വർക്കൊന്നുമില്ല. നാളെ വന്നാ മതി. നിങ്ങളിതെന്തിനാ അവരോടൊക്കെ പോകാൻ പറഞ്ഞേ? എന്നെ വിട്. നിങ്ങൾ എന്നെ എവിടേക്കാ കൊണ്ടുപോകുന്നേ? റൂമിലേക്ക്. നോ, ഞാൻ അവിടേക്കൊന്നും വരില്ല. എന്തിനാ റൂം ലോക്ക് ചെയ്തേ? നിങ്ങൾക്ക് സംസാരിക്കണമെന്നല്ലേ പറഞ്ഞേ? നമുക്ക് താഴെ ഇരുന്ന് സംസാരിക്കാം. വേണ്ട, എനിക്ക് ഇവിടെ ഇരുന്ന് തന്നെ സംസാരിച്ചാൽ മതി. വേണ്ട, നമുക്ക് വെളിയിലിരുന്ന് സംസാരിക്കാം.
ഗാർഡനിൽ. അതാകുമ്പോൾ നല്ല കാറ്റൊക്കെ കിട്ടില്ലേ? ഓ അങ്ങനെ. സാരമില്ല, AC ഓണാക്കാം. വേണ്ട, AC ഒന്നും വേണ്ട. നമുക്ക് വെളിയിലിരുന്ന് സംസാരിക്കാം. ഐഷു, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? നീ വിചാരിക്കും പോലെ ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. പിന്നെന്തിനാ മേഡ്സിനെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് എന്നെ റൂമിലേക്ക് കൊണ്ടുവന്ന് ഡോറ് ലോക്ക് ചെയ്തേ? അയ്യോ, അതല്ലേ പറഞ്ഞേ എനിക്ക് നിന്നോട് സംസാരിക്കേണ്ടെന്ന്. അപ്പോ ഇവിടെ വേറെ ആരുടെയും ആവശ്യമില്ല. വേണ്ട, നമുക്ക് വെളിയിലിരുന്ന് സംസാരിക്കാം. ഇവിടെ വേണ്ട, പ്ലീസ്. എൻ്റെ ഐഷു, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. നിന്റെ പെർമിഷൻ ഇല്ലാതെ ഞാൻ നിന്നെ കിസ് ചെയ്തെന്നുള്ളതൊക്കെ ശരിയാ, പക്ഷേ അതുപോലെ അല്ല ഇത്. ട്രസ്റ്റ് മീ. നീ എന്നെ എന്ന് അക്സെപ്റ്റ് ചെയ്യുന്നു അന്നേ നീ വിചാരിക്കും പോലെയൊക്കെ നടക്കൂ. നീ അതൊന്നും മനസ്സിലാക്കൂ. എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ വീട്ടിൽ പോവാ. എവിടെ പോണു? എനിക്ക് വീട്ടിൽ പോണം. മാറി. അപ്പോ നിനക്കെന്നെ വിശ്വാസമില്ലല്ലേ? ഞാൻ നിന്നെ എന്തേലും ചെയ്യുമെന്ന് നീ പേടിക്കുന്നുണ്ട് അല്ലേ? അങ്ങനെയൊന്നുമില്ല. എനിക്ക് നിന്നോട് സംസാരിക്കാൻ ഇഷ്ടമല്ല. സോ എനിക്ക് പോണം. പോണില്ലേ? ആ, ഇല്ല. ഗുഡ്. തേ അവിടെ പോയിരിക്കും. ഉം. എന്താ, പേടിച്ചു പോയോ? ഉം. നിനക്കത് സ്യൂട്ടാകില്ല. എന്നോട് കട്ടയ്ക്ക് നിൽക്കില്ലേ? ആ ആറ്റിറ്റ്യൂഡ് മതി. ഹലോ, അതിനാര് പേടിച്ച്? അതാണ് ഈ ഐഷുവിനെയാ എനിക്ക് ആവശ്യം. പിന്നെ എന്തെങ്കിലും കഴിക്കുന്ന? വേണ്ട, എനിക്ക് വിശപ്പില്ല. കിച്ചണിൽ ഡിന്നർ ആയിട്ടുണ്ടാവും, ഞാൻ എടുത്തിട്ട് വരാം. വേണ്ട വേണ്ട. ഇങ്ങാർക്കൊരാൾക്ക് വേണ്ടിയിട്ടാണോ ഇത്രയും വലിയ വീട്? പൈസ ഉള്ളവരൊക്കെ ഇങ്ങനെയാകും. കാശെല്ലാം ചിലവാക്കണ്ടേ? എല്ലാം കാശിൻ്റെ അഹങ്കാരമാണ്. ഓയ്, ആ വായടച്ചു വെക്ക്, ഇല്ലേ ഈച്ച കയറിപ്പോ. ഇന്നാ കഴിക്ക്. അത് ഇവിടെ ഇരുന്ന് എങ്ങനെയാ? സാരമില്ല, ഞാൻ ക്ലീൻ ചെയ്തോളാം. അത് വേണ്ട, ഞാൻ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിച്ചോളാം. അല്ല, ഇത്രയും വലിയ വീട്ടിൽ അതിനുള്ള ഫെസിലിറ്റി ഇല്ലേ? ഉണ്ട്, വാ. കഴിക്ക്. അല്ല, നിങ്ങൾക്ക് വേണ്ടേ? നീ കഴിക്ക്. എന്താ? വിശപ്പില്ല എന്ന് പറഞ്ഞിട്ട് നല്ല പോളിംഗ് ആണല്ലോ.
ഐഷു, ഐ ലവ് യു ഡി. ഞാൻ ഓ വേണ്ട വേണ്ട, എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. സോ കഴിക്ക്. ഐഷു വാ, ഇവിടെ ഇരിക്കും. ഹൗ ഭാഗ്യം. ഇയാളെന്താ എന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്നത്? എന്തോ പറയണമെന്നല്ലേ പറഞ്ഞേ? എന്താ? എന്താ? അല്ല, എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ അത്? ഓ, ഒരടി കിട്ടിയപ്പോ ആളുഷാറായല്ലോ. പറ, എന്താ കാര്യം? അല്ല ചെല്ലോ, നമ്മൾ രണ്ടും ഇഷ്ടത്തില്ലല്ലേ? ഹലോ, നമ്മൾ രണ്ടുമല്ല, നിങ്ങൾ. ആ, ഞാൻ തന്നെ. പിന്നെ ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്തിട്ട് 1 വീക്കായി. ബട്ട് എനിക്ക് നിന്നെ പറ്റിയോ നിനക്ക് എന്നെ പറ്റിയോ കൂടുതലൊന്നും അറിയില്ലല്ലോ. എന്നെ പറ്റി നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ഇതൊന്നും അറിയാതല്ല എന്നെ ഫോളോ ചെയ്തെന്ന് എനിക്കറിയാം. അതൊക്കെ ബേസിക് ഡീറ്റെയിൽസ്. ഇനി അങ്ങനെ പറ്റിയില്ലല്ലോ, അതാ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നെ. നീ എങ്ങനെയാ? നിന്റെ ക്യാരക്ടർ എങ്ങനെയാ? നിനക്ക് ഇഷ്ടമല്ലാത്തത് എന്തൊക്കെയാ, ഇഷ്ടമുള്ളത് എന്തൊക്കെയാ? അങ്ങനെ അങ്ങനെ നിന്നെ പറ്റി എല്ലാം എനിക്കറിയണം. ഇതൊക്കെ എന്തിനാ നിങ്ങൾ അറിയുന്നേ? എന്നെ പറ്റിയല്ലേ ചോദിച്ചു, ഞാൻ പറഞ്ഞോളാം. ഒരടി കൊണ്ട് ഇത്രയും പ്രയോജനം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതറിഞ്ഞായിരുന്നെങ്കിൽ മുന്നേ തന്നെ ഒന്ന് തന്നേനെ. എനിക്കല്ലേ അറിയത്തുള്ളൂ എത്രത്തോളം വേദന ഉണ്ടെന്ന്. ഇനി ഒരടി കൂടി താങ്ങാൻ ഞാനുണ്ടാവില്ല. ഹലോ. ആ ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ പറ്റി എന്താ അറിയണ്ടേ? ഒന്നും അറിയണ്ട. അതെന്താ? നിങ്ങളല്ലേ പറഞ്ഞേ അറിയണമെന്ന്. അതാണ്, ബട്ട് ഇനി വേണ്ട. പോകെ പോകെ ഓരോന്നായി മനസ്സിലാക്കിക്കൊള്ളാം. അല്ല, നിനക്കെന്നെ പറ്റി ഒന്നും അറിയില്ലല്ലോ. ആ, നിങ്ങളുടെ പേര് മാത്രമേ അറിയൂ. ഓക്കെ, ഞാൻ പറയാം. എൻ്റെ പേര് ഗൗതം, ഗൗതം വാസുദേവ്. ഏജ് 27. അല്ല, നിന്റെ ഏജ് എത്ര? 22. ഓക്കെ, പിന്നെ നിനക്കറിയാലോ ആ കമ്പനി അതെൻ്റെയാണ്. പിന്നെ അച്ഛനും അമ്മയും അവർ UK സെറ്റിൽഡാണ്. അവിടെ നമ്മുടെ കമ്പനിയുടെ ഒരു ബ്രാഞ്ചുണ്ട്. അത് റൺ ചെയ്യുന്നത് അച്ഛനാണ്. നിന്റെ മഹി അവിടേക്കാ പ്രമോഷനായി പോയേക്കുന്നത്. പിന്നെ എനിക്ക് അവരെ കാണണമെന്ന് തോന്നുമ്പോൾ അങ്ങോട്ടേക്ക് പോകും. അല്ല പിന്നെ എന്തെങ്കിലും വർക്കുണ്ടാകണം. ഇതൊക്കെയാണ് എൻ്റെ ബേസിക് ഡീറ്റെയിൽസ്. പിന്നെ എൻ്റെ ക്യാരക്ടർ എന്താണെന്നും ഏറെക്കുറെ നിനക്ക് മനസ്സിലായിക്കോണമല്ലോ. ഇനിയുള്ളത് പോകെ പോകെ നിനക്ക് മനസ്സിലായിക്കോളൂ. അപ്പോ ഒറ്റ മോനാണോ? സിബ്ലിങ്സ് ആരുമില്ല? ഇല്ല. ഇത്രയല്ലേ ഉള്ളൂ? എന്നാ പിന്നെ ഞാൻ പൊക്കോട്ടെ. പോകാൻ വരട്ടെ, മെയിൻ പോയിന്റ് പറഞ്ഞിട്ടില്ല. നാളെ നമുക്ക് ഡേറ്റിങ്ങിന് പോകാം. ഡേറ്റിങ്ങോ? ഞാൻ വരില്ല. നീ വരും, ജസ്റ്റ് ഒരു ഡിന്നർ, അത്രേ ഉള്ളൂ. ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്ന് റെഡിയായി നിന്നാ മതി. ഞാൻ വന്ന് പിക്ക് ചെയ്തോളാം. ഞാൻ വരില്ല. ഐഷു, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. അങ്ങനെ ഉണ്ടായ എന്താ നടക്കുന്നതെന്ന് അറിയാലോ. നിങ്ങൾ എന്നെ അടിച്ചാലും സാരമില്ല, ഞാൻ വരില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടാന്ന് വെച്ചാ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഉള്ളപ്പോ പിന്നെ എന്തിനാ ഡേറ്റിംഗ് ഒക്കെ? ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, സോ നീ വന്നേ പറ്റൂ. എന്തിനാ ഇങ്ങനൊക്കെ പറയുന്നേ? ഇതല്ലാതെ വേറൊന്നും സംസാരിക്കണില്ലേ? ഞാൻ പോണു.
വേറെ എന്താ സംസാരിക്കണ്ടേ? ഫ്രണ്ട്ലി ടോക്സ് അതാകാലോ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നിങ്ങൾ അത്രയ്ക്കും മോശമൊന്നുമല്ല. സോ നമുക്ക് ഫ്രണ്ട്സ് ആയിരിക്കാം. നീ അങ്ങനെ വേണേലും ഇരുന്നു, ബട്ട് ഞാൻ നിന്നെ ലവറായി തന്നെ കാണും. നിങ്ങൾക്കറിഞ്ഞൂടെ ഞാൻ മഹീനെയാണ് ഇഷ്ടപ്പെടുന്നതെന്ന്? പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ? അവന്റെ കാര്യം എന്നോട് പറയല്ലേ പ്ലീസ്, എനിക്ക് ഇറിറ്റേറ്റിംഗ് ആണ്. അതാണ് സത്യം, ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾക്ക് ഞാൻ അവൻ്റെ പേര് പറയുമ്പോൾ ഇറിറ്റേറ്റിംഗ് ആകുന്നില്ലേ? അതുപോലെ തന്നെയാ നിങ്ങൾ ഇങ്ങനെയൊക്കെ എന്നോട് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിതൊന്നും അറിയേണ്ട ആവശ്യമില്ല. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ദാറ്റ്സ് ഓൾ. അതിനൊരു മാറ്റവും ഉണ്ടാകില്ല. പിന്നെ നാളെ നമ്മൾ ഡേറ്റിങ്ങിന് പോകും. നീ എൻ്റെ കൂടെ വരികയും ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ ഞാൻ വരില്ല. നിന്നെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം. കൂടിപ്പോയാ നിങ്ങൾ എന്നെ അടിക്കുമായിരിക്കും, അത്രയല്ലേ ഉള്ളൂ. എന്നാലും ഞാൻ വരാൻ പോണില്ല. ഞാനെന്തിനാ നിന്നെ അടിക്കുന്നേ? അങ്ങനെ ചെയ്ത നിന്നേക്കാളും കൂടുതൽ വേദനിക്കുന്നത് എനിക്കായിരിക്കും. സോ ഞാനത് ചെയ്യില്ല. അതിന് പകരം കുറച്ച് ചീപ്പാണെങ്കിലും എൻ്റെ അടുത്ത് വേറൊരു വഴിയുണ്ട്. മഹി, മഹിയോ? നിങ്ങളവനെ എന്ത് ചെയ്യും? അവനെ ഒന്നും ചെയ്യണ്ടെങ്കിൽ ഞാൻ പറയുന്നതൊക്കെ നീ അനുസരിക്കണം. എന്താ ഭീഷണിയാണോ? ആണെന്ന് കൂട്ടിക്കോ. ഇതല്ലാതെ വേറൊരു വഴി എൻ്റെ അടുത്തില്ല. എന്താ നിങ്ങളവനെ കൊല്ലൂ? നോനോ, അത്രയ്ക്കും മണ്ടത്തരമൊന്നും ഞാൻ കാണിക്കില്ല. അവനെ കൊന്നാ പിന്നെ ഞാൻ ആരെ വെച്ച് നിന്നോട് ബ്ലാക്ക്മെയിൽ ചെയ്യും? പിന്നെ ഞാൻ പറയുന്നതൊക്കെ നീ ഇവിടെ കേട്ടില്ലെങ്കിൽ അവിടെ അവൻ്റെ ജോലി പോകും, അത്രേ ഉള്ളൂ. നിനക്ക് നന്നായി അറിയാം അതവൻ്റെ ഡ്രീമാണെന്ന്. അത് തച്ചുടയ്ക്കാൻ എൻ്റെ ഒരു ഫോൺ കോളിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. പിന്നെ ആ ജോലി നീ കാരണമാണ് പോയതെന്ന് കൂടി പറഞ്ഞ ശുഭം. ഇപ്പം നിന്നോടുള്ള ഇഷ്ടം അത് വെറുപ്പായി മാറ്റാൻ എനിക്ക് അധികം സമയം വേണ്ട. സോ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോയെന്ന് നീ നന്നായി ആലോചിച്ചു നോക്ക്. നിനക്കെന്താ വേണ്ടേ? ഞാൻ നീ പറയുന്നതൊക്കെ ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ. ചെയ്യാം, നീ പറയുന്ന എല്ലാം ഞാൻ ചെയ്യാം. നാളെ നിന്റെ കൂടെ ഞാൻ ഡേറ്റിങ്ങിന് വരണമല്ലേ? വരാം. നീ പറഞ്ഞ ടൈമിന് തന്നെ റെഡിയായി നിൽക്കാം. കൂട്ടിക്കൊണ്ടു പോ. ദേ, ഇത്രയുള്ളൂ കാര്യം. ഇതിനാണോ വെറുതെ സീനാക്കിയത്? വേറെ ഒന്നുമില്ലല്ലോ, ഇനി എനിക്ക് പോകാലോ. വെയിറ്റ്, പോകാൻ വരട്ടെ. ദേ, ഈ എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ട് പോ. എഗ്രിമെന്റോ? എന്തിനു? അതെ, എഗ്രിമെന്റ് തന്നെ. നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല. നാളെ രാവിലെ ആകുമ്പോൾ നീ ഇതൊക്കെ മാറ്റി പറഞ്ഞു എന്ന് വരും. സോ അങ്ങനെ ഉണ്ടാകാതിരിക്കാനാ ഈ എഗ്രിമെന്റ്. നീ ഞാൻ പറയുന്ന എന്തും അനുസരിക്കുമെന്നാ ഇതിൽ എഴുതി ചേർത്തേക്കുന്നേ. സോ സൈൻ ചെയ്തിട്ടു പൊക്കോ. ഇല്ല, ഞാൻ സൈൻ ചെയ്യില്ല. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, നീ പറയുന്ന എല്ലാം ഞാൻ കേൾക്കാന്ന്. പിന്നെന്തിനാ ഇത്? ഓക്കെ, എങ്കിൽ പിന്നെ ഞാനൊരു കോൾ ചെയ്തിട്ട് വരാം. വേണ്ട, ഞാൻ സൈൻ ചെയ്യാം. ഇത്രയല്ലേ ഉള്ളൂ, ഇനി ഞാൻ പൊക്കോട്ടെ. പോകാൻ വരട്ടെ. ഇനി എന്താ? അല്ല, ഞാൻ പറയുന്ന എല്ലാം കേൾക്കണമെന്നല്ലേ എഗ്രിമെന്റിൽ? സോ എനിക്ക് എന്താന്ന് വെച്ചാ പറ. എനിക്കൊരു കിസ് വേണം. എന്താ? കിസ്, മുത്തം, ഉമ്മ. നടക്കില്ല. എഗ്രിമെന്റിൽ സൈൻ ചെയ്തെന്നുള്ളത് നേരാ എന്ന് കരുതി
ഇതൊന്നും നടക്കില്ല. ഇതും നടക്കൂന്നേ. ദേ വേണ്ട. എനിക്ക് വേണം. വേണ്ട പ്ലീസ്. ഹലോ മാഡം, ഓപ്പൺ യുവർ ഐസ്. ഇല്ല. തുറക്ക് ചെല്ലോ. ആകെ വിയർത്ത് ഒരു പരുവായല്ലോ. പൊക്കോ. എന്താ? എന്റെ മനസ്സ് മാറുന്നതിന് മുമ്പേ ഇവിടുന്ന് സ്ഥലം വിടാൻ നോക്കും. ഓയ് ചെല്ലോ. ഐ ലവ് യു. റാസ്കൽ. കുറച്ച് വൈകിയാണെങ്കിലും എൻ്റെതായ എല്ലാം ഞാൻ തിരിച്ചു പിടിച്ചിരിക്കും.